നമസ്കാരം. കേരളത്തിന്റെ ദീർഘകാല ആവശ്യം ഇപ്പോഴിത് അംഗീകരിക്കപ്പെടുന്നു. ഇനി എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളും ബാങ്കുകളായി മാറും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ കേന്ദ്ര സഹകരണ വകുപ്പ് നിർണായക തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ്. ഈ തീരുമാനം നടപ്പായാൽ എല്ലാ സഹകരണ ബാങ്കുകളും റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാകും. ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കാനും പ്രാദേശിക തലത്തിൽ ബാങ്കിംഗ് സേവനം മെച്ചപ്പെടുത്താനും വില്ലേജ് തലത്തിൽ വായ്പതേര സഹകരണ സംഘങ്ങൾക്കും ബാങ്കിംഗ് പ്രവർത്തനത്തിന് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ബാങ്കിംഗ് കറസ്പോണ്ടന്റ് എന്ന നിലയിലാകും മാറ്റം. മുൻപ് കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ബാങ്കുകളെ പോലെയായിരുന്നു. എന്നാൽ റിസർവ് ബാങ്ക് നിയന്ത്രണത്തോടെ അവയ്ക്ക് ബാങ്ക് പദവി നഷ്ടമായി. അതാകും ഇതുവഴി തിരിച്ചു കിട്ടുക. സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ ബാങ്കിംഗ് കറസ്പോണ്ടന്റായി കാർഷിക അനുബന്ധ മേഖലകളിലായി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളെയും അനുവദിക്കണമെന്നാണ് നിർദ്ദേശം. ക്ഷീരസംഘങ്ങൾക്കും അനുമതി ലഭിക്കും. തൊഴിലാളികളും സാധാരണക്കാരുമായ ഒട്ടേറെ പേരാണ് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾ. സർക്കാർ പദ്ധതികളുടെ സഹായം, സബ്സിഡി എന്നിവയെല്ലാം നേരിട്ട് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് ഇതിലൂടെ കഴിയുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. സഹകരണ മേഖലയെ ഇത് പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് കേരളത്തിന്റെയും വിലയിരുത്തൽ. റിസർവ് ബാങ്കിന്റെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് മാത്രമാണ് ബിസിനസ് കറസ്പോണ്ടന്റായി സംഘങ്ങളെ നിശ്ചയിക്കാനാവുക. കേരള ബാങ്കിന് ലൈസൻസ് ഉണ്ട്. ഈ ബാങ്കുകൾ കോർ ബാങ്കിംഗ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതാകണമെന്ന വ്യവസ്ഥയും കേരള ബാങ്കിനുണ്ട്. അതുകൊണ്ട് തന്നെ സമീപഭാവിയിൽ കേരള ബാങ്കിന്റെ ബാങ്കിംഗ് കറസ്പോണ്ടന്റായി കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് മാറാനാകും. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഗ്രാമമേഖലയ്ക്ക് വലിയ ഊർജമായി അത് മാറും. കേരള ബാങ്കിനും കൂടുതൽ കരുത്ത് ഇത് നൽകുമെന്നാണ് വിലയിരുത്തൽ. പുതിയ അക്കൗണ്ട് തുടങ്ങുക, നിക്ഷേപം സ്വീകരിക്കുക, പണം പിൻവലിക്കുക, മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം നടത്തുക, ഓൺലൈൻ പണമിടപാട് സംവിധാനം ഒരുക്കുക എന്നിങ്ങനെ 23 ബാങ്കിംഗ് സേവനങ്ങൾക്കുള്ള അനുമതിയാണ് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കുക. സംസ്ഥാനത്ത് കേരള ബാങ്കിനാണ് ഈ സേവനം പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നൽകാനാകുന്നത്. ബാങ്കിംഗ് കറസ്പോണ്ടന്റുമാരെ നിശ്ചയിക്കുന്നതിന് സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് 6 നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സഹകരണ സംഘം രജിസ്ട്രാർക്ക് കീഴിൽ 12,241 പ്രാഥമിക സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ക്ഷീരവകുപ്പിന് കീഴിൽ 3,370 സംഘങ്ങളുമുണ്ട്. 653 മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുമുണ്ട്. എന്തായാലും ഇതോടെ കേരളത്തിന്റെ ദീർഘകാലമായുള്ള ആവശ്യമാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.